തൊഴിലാളി വർഗത്തിന്റെ അംഗീകാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായ മെയ് ദിനം ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ ആഘോഷിക്കുമ്പോൾ മോദി സർക്കാരിന് കീഴിലുള്ള ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി തൊഴിലാളികൾക്കെതിരെ സംസാരിക്കുകയും അവരെ പാകിസ്ഥാൻ ചാരന്മാരായി മുദ്രകുത്തി ജയിലിലടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് BB ബിനു പറഞ്ഞു. AITUC ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെയ് ദിന റാലിയുടെ ഭാഗമായി പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് BB ബിനു. ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യത്തിന് അപമാനകരമായ സ്ഥിതിവിശേഷമാണ് ഇത്തരം നീക്കങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ILOയും ലീഗ് ഓഫ് നേഷനും അംഗീകരിച്ച തൊഴിലാളി വർഗ അവകാശങ്ങൾ അട്ടിമറിക്കുന്ന മോഡി സർക്കാർ രാജ്യത്തിന് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്ത് 1886 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം 1886 മെയ് മാസം 1-ാം തീയതി ചിക്കാഗോയിൽ നടന്ന ഒരു സമരത്തിന്റെ മുൻ സന്ദേശമായി ലോകമെമ്പാടും അംഗീകരിച്ചു. ഐക്യരാഷ്ട്ര സഭ അംഗീകരിക്കുന്നു, ലീഗ് ഓഫ് നേഷൻസ് അംഗീകരിക്കുന്നു, ILO പോലെ ലോകത്തിലെ ഒരു തൊഴിൽ സംഘടന തന്നെ 8 മണിക്കൂർ ജോലി എന്നുള്ളത് അംഗീകരിച്ച് നടപ്പിലാക്കുന്ന ലോകമെമ്പാടും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോ പത്രങ്ങൾ മാധ്യമങ്ങളിൽ എല്ലാം നമ്മൾ വായിച്ചു, നോയിഡ എന്ന് പറയുന്ന ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശിന്റെയും ഹരിയാനയുടെയും എല്ലാം കേന്ദ്രമായ ആ നോയിഡയിലെ തൊഴിലാളികൾ സമരം ചെയ്ത് ജയിലിൽ അകപ്പെട്ട് കിടക്കുന്ന ദിവസങ്ങളായിട്ട്. CPI ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മെയ് ദിന റാലി പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ CPI നേതാവ് അഡ്വക്കേറ്റ് KI കുഞ്ഞച്ചൻ അധ്യക്ഷനായിരുന്നു. CPI AITUC നേതാക്കളായ CK സുരേഷ്, UN ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് ബിനു ബോസ്, അബ്ദുൽ കരീം, KV പുരുഷൻ, മിനി മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. i4E ന്യൂസ് ഏറ്റുമാനൂർ.